എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു ഉച്ചയൂണാണ്. ഇന്ന് എൻ്റെ ഒരു ഉച്ചയൂണ്. അപ്പോൾ നമുക്കൊരു ഉച്ചയൂണ് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ഞങ്ങൾ കൊല്ലത്ത് പോയപ്പോൾ ഞാൻ ഹാർബറിൽ കയറി നല്ല ചൂര കിട്ടി, കയറച്ചൂര. അത് ഞങ്ങൾ കുറച്ച് വെട്ടി നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല വരക്കാൻ വെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നമ്മൾ കോട്ടയം സ്റ്റൈലിൽ മീൻ കറി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം. ഉച്ചക്കലത്തേക്കുള്ള ചോറ് റെഡിയായിട്ടുണ്ട്. അത് നമുക്കൊന്ന് അടച്ചിടാം. അങ്ങനെ ഞങ്ങളുടെ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. കപ്പ നല്ല ഭംഗിയായിട്ട് വെന്ത കപ്പയാണ്. പിന്നെ കുഴച്ചത് കാണിച്ചാൽ മതി. അങ്ങനെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. ആദ്യം തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പാം. നല്ല വെണ്ണ പോലെ വെന്ത കപ്പ അങ്ങോട്ട് കുറച്ചെടുത്ത് വയ്ക്കാം. അതിനുശേഷം നല്ല ചാറൊക്കെ കുറുകി നല്ല കേരച്ചൂരയാണ്. അത് നമുക്ക് ഈ കപ്പയുടെ പുറത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചാറൊക്കെ എടുത്തിട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല കുറുകിയ ചാറ് നല്ല കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുത്തതാണ്. അതിനുശേഷം നമുക്ക് നല്ല വറുത്ത ചൂരക്കഷ്ണങ്ങൾ അങ്ങോട്ട് എടുത്ത് വയ്ക്കാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ് ഇടിച്ചക്കത്തോരൻ. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി എത്ര കറിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ചോറിൻ്റെ സൈഡിൽ ആ അച്ചാർ ഇരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് ഭയങ്കരമാണ് കേട്ടോ. പിന്നെ കരുനാരങ്ങ, മഞ്ഞ കളറുള്ള കരുനാരങ്ങയുണ്ട്, ചുവപ്പ് കളറുള്ള കരുനാരങ്ങയുണ്ട്. എന്നാലും എനിക്ക് അതിനേക്കാളും ഇഷ്ടം ചെറുനാരങ്ങ അച്ചാറാണ്. അതിനുശേഷം നമ്മൾ നല്ല മോരങ്ങോട്ട് കലക്കി, ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉറവെച്ച് കാച്ചുന്നതാണ്. ഞാൻ തൈര് വാങ്ങിക്കാറില്ല. അതിൻ്റെ ചീനിയുടെ പുറത്തോട്ട് ആ മോര് അങ്ങോട്ട് ഒഴിക്കാം. ശകലം കപ്പ എടുക്കുക. കപ്പയും മോരും അതുപോലെ നല്ല ചൂര, നല്ല കഷ്ണമാണ്. ചൂര കഷ്ണം കേരച്ചൂരയാണ്. ചക്കത്തോരന് എല്ലാം കൂടി എടുത്ത് കഴിക്കും. രുചിയുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.